ഹലോ, ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. ഇപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ 3 കഴിഞ്ഞു. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻസ്, ദെൻ കമ്മിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. സം ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങുന്നത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അത് നമ്മൾ 4 ലാകൾ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ് എക്സെട്ര ഇതെല്ലാം പറഞ്ഞു. ഇനി നമുക്കതിനകത്ത് കുറേ പ്രോബ്ലം പാർട്ടുണ്ട്. പ്രോബ്ലം പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ തിയറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി അതിൻ്റെ പ്രോബ്ലം പാർട്ടെന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. അതിനുള്ള എല്ലാം ഞാൻ പറയാതെ. അല്ലെ, ആദ്യം നമ്മൾ പറയുന്നത് എംപെരിക്കൽ ഫോർമുല. ഒന്ന് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് എംപെരിക്കൽ ഫോർമുല. എംപെരിക്കൽ ഫോർമുല എന്ന് പറയും. എംപെരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല. ഇപ്പോൾ ഒരുപാട് ഫോർമുലാസ് നമ്മൾ ഓർഗാനിക്കിലും ഇനോർഗാനിക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് എംപെരിക്കൽ ഫോർമുലയാണ്. ഇറ്റ് ഈസ് അബ്രീവേറ്റിംഗ് ആസ് EF. നമ്മൾ EF എന്നെഴുതും എംപെരിക്കൽ ഫോർമുല. ഇപ്പോൾ എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല. ഇറ്റ് ഈസ് ദ സിമ്പിൾ, ഏറ്റവും ചെറുത്, സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദ റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിൻ്റെ എത്ര ആറ്റംസ് ഉണ്ടോ അത്ര ആയിക്കോട്ടെ, ആറ്റംസിൻ്റെ റേഷ്യോ കാണിക്കാൻ വേണ്ടി എഴുതുന്ന, അനുപാതം കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഏറ്റവും ചെറിയ ഫോർമുല വിളിക്കുന്ന പേരാണ് എംപെരിക്കൽ ഫോർമുല. അണ്ടർസ്റ്റാൻഡ്? എംപെരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദ റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. Okay, a compound is taken containing elements and these elements how are connected in ratios. ആ റേഷ്യോ എന്തെന്ന് സിമ്പിളായിട്ട് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ എന്ന സിമ്പിൾ ഫോർമുലയെ വിളിക്കുന്ന പേരാണ് എംപെരിക്കൽ ഫോർമുല എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ബെൻസീൻ C6H6 ആണ് അതിൻ്റെ മോളിക്യുലർ ഫോർമുല, സാധാരണ ഫോർമുല എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് നോക്കി എന്താണെങ്കിൽ 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ, ദാറ്റ് ഈസ് C:H എന്ന് പറയുന്നത് 6:6 ആണ്. ഇസ്ന്റ് ഇറ്റ്? റേഷ്യോ എന്ന് പറഞ്ഞാൽ 6:6 ആണ്. ഈ 6:6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 1:1 ക്യാൻ ബി ഡിവൈഡഡ് വിത്ത് 6. സോ 1:1. സോ ദ എംപെരിക്കൽ ഫോർമുല ഓഫ് ബെൻസീൻ ഈസ് CH only. അപ്പോൾ എന്താ ബെൻസീൻ്റെ എംപെരിക്കൽ ഫോർമുല? CH. അപ്പോൾ നമ്മൾ അറിയണം CH എന്ന് കണ്ടാൽ ഇറ്റ്സ് എ ഓർഗാനിക് കോമ്പൗണ്ട്. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ബട്ട് വി കാൺ പ്രഡിക്റ്റിംഗ് ഓർ വി കാൺ സജസ്റ്റിംഗ് വാട്ട് ഈസ് ദ കോമ്പൗണ്ട്. കോമ്പൗണ്ട് ആരെന്ന് പറയത്തില്ല. സോ മീൻസ് എന്ന് പറഞ്ഞ അർത്ഥം ത്രൂ എംപെരിക്കൽ ഫോർമുല വി കാണ്ട് ഡിഫൈനിങ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് ആരും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്, അതിനകത്ത് ഇന്ന ആറ്റംസ് ഉണ്ടാവും, അതിൻ്റെ റേഷ്യോ ഇങ്ങനെയായിരിക്കും. അതാരാന്ന് വെച്ചാൽ വി കാണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആക്ച്വൽ നമ്പർ നമ്മൾ കാണിക്കുന്നില്ല. ആക്ച്വൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതിൻ്റെ പേര് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തേ ഉള്ളൂ ഇതിനകത്ത്? CH എന്ന് കണ്ടാൽ ഇറ്റ്സ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ റേഷ്യോ 1:1, വിച്ച് മീൻസ് 2:2 ഓർ 6:6, 3:3 എക്സെട്ര. അതേത് റേഷ്യോ വേണം വരാം. 1:1 എന്ന റേഷ്യോയിൽ കാർബണും ഹൈഡ്രജൻ ചേർന്ന് എ കോമ്പൗണ്ട് വിൽ ബി ഫോംഡ്. അപ്പോൾ നമ്മൾ അതാ പറയുക. അപ്പോൾ എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദ റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിൻ്റെ റേഷ്യോ കാണിക്കുന്ന ഏറ്റവും ചെറിയ ഫോർമുല വിളിക്കുന്ന പേരാണ് എംപെരിക്കൽ ഫോർമുല. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ EF. നമ്മൾ എഴുതുന്ന ലെറ്റർ എന്താണെന്ന് വെച്ചാൽ അബ്രീവേറ്റ് ചെയ്യുന്നത് EF എന്ന് എഴുതും. EF മീൻസ് എംപെരിക്കൽ ഫോർമുല. സോ ദിസ് ഈസ് ദ എംപെരിക്കൽ ഫോർമുല. ഹൗ എംപെരിക്കൽ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ്? എംപെരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം? ഫ്രം വെയർ? ഫ്രം പെർസെൻറ്റേജ് കോമ്പോസിഷൻ. മീൻസ് എ കോമ്പൗണ്ട് whose percentage analysis will be given.
ദറ്റ് മീൻസ് ഇത്ര പെർസെൻറ്റ് കാർബൺ, ഇത്ര പെർസെൻറ്റ് ഹൈഡ്രജൻ, ഇത്ര പെർസെൻറ്റ് ഓക്സിജൻ എന്താ പറയും. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് എന്നാൽ ഫ്രം ദാറ്റ് പെർസെൻറ്റേജ് വി ക്യാൻ ഡിഡക്റ്റ് ഓർ റെഡ്യൂസ് എംപെരിക്കൽ ഫോർമുല. നമുക്ക് എംപെരിക്കൽ ഫോർമുല റെഡ്യൂസ് എടുക്കാം. ഏത് കിട്ടിയാൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരും. അങ്ങനെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? എംപെരിക്കൽ ഫോർമുല ഡെറൈവ് ചെയ്യാം. സോ ഹൗ? അതെങ്ങനെയെന്നാണ് നോക്കിയേ. ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വിൽ ബി ഗവൺ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരും, ക്വസ്റ്റൻ തരും ഒരു പ്രോബ്ലത്തിനകത്ത്. സേ ഫോർ എക്സാമ്പിൾ, ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ അനാലിസിസ് ടു ഈൽഡ് ഓർ ടു ഗിവ് സോ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇത്ര പെർസെൻറ്റ് കാർബൺ, ഇത്ര പെർസെൻറ്റ് ഹൈഡ്രജൻ, ഇത്ര പെർസെൻറ്റ് ഓക്സിജൻ. കാൽക്കുലേറ്റ് ഇറ്റ്സ് എംപെരിക്കൽ ഫോർമുല. ഇതിൻ്റെ എംപെരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നേക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് ഡിവൈഡഡ് വിത്ത് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റ്. അതാതിൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. കേട്ടില്ലോ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ വിൽ ബി ഗിവൺ. ഫ്രം ദാറ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ ഡിവൈഡിങ് ഇറ്റ്. അതിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റിന് അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യുക. അതതിൻ്റെതാണ്. ഇപ്പോൾ കാർബൺ നമുക്കറിയാം, കാർബൺ അറ്റോമിക് വെയിറ്റ് 12, ഹൈഡ്രജൻ്റെത് 1, ഓക്സിജൻ്റെത് 16. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തരുന്ന പെർസെൻറ്റേജ് വെയിറ്റിന് അതാതിൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. സോ ആസ് ടു ഒബ്റ്റൈനിങ് റിസൾട്ട്, നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, സെക്കൻഡ് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് നമ്പർ. നമുക്ക് ഈ കിട്ടിയ റിസൾട്ടുകളിൽ ഇപ്പോൾ കാർബൺ കിട്ടി, ഹൈഡ്രജൻ കിട്ടി, ഓക്സിജൻ കിട്ടി. ഈ മൂന്നിൻ്റെ ആൻസറിലും ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടെത്തുക. കാർബണുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ പെർസെൻറ്റേജ് ഏറ്റവും കുറഞ്ഞത്, ഡിവിഷൻ കുറഞ്ഞത്, നമ്മൾ ഇങ്ങനെ ഡിവിഷൻ നടത്തിയപ്പോൾ കിട്ടിയത് ഏറ്റവും കുറഞ്ഞ സംഖ്യ. ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് ഇൻറ്റീജർ. ആ സ്മോളസ്റ്റ് ഇൻറ്റീജർ കണ്ടുപിടിക്കുക. വിച്ച് വിൽ ബി യൂസ് ടു ഡിവൈഡിങ് ഓൾ ദി ക്വോഷ്യൻ്റ് ഇറ്റ് സെൽഫ്. അതുൾപ്പെടെ എല്ലാത്തിനെയും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞെന്തെന്ന് ബുദ്ധിമുട്ടില്ലല്ലോ? ഒന്നുകൂടെ, പെർസെൻറ്റേജ് വെയിറ്റിന് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1. 2, ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസറിൽ ഏറ്റവും ചെറുത് എന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് ഇൻറ്റീജർ, സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, വിച്ച് വിൽ ബി യൂസ് ടു ഡിവൈഡിങ് ഓൾ ദി ക്വോഷ്യൻസ്, ഓൾ ദി റിസൾട്ട്സ് ഫ്രം ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ഇറ്റ് സെൽഫ്. അതുൾപ്പെടെ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഡിവൈഡ് ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്ത് കളിക്കാം. ആൻഡ് ദെൻ തേർഡ് വിൽ ബി ഈഫ്. അവിടെ നമ്മൾ ഈഫ് ഇട്ടാ പറയുന്നത്, ആണെങ്കിൽ മാത്രം. If the result from the second step would be fractional values. എങ്ങനെയാണെങ്കിൽ മോളിൽ കിട്ടിയ ആൻസറിൽ ദശാംശമാണ് വരുന്നതെങ്കിൽ വിച്ച് വിൽ ബി മൾട്ടിപ്ലൈ വിത്ത് എ കോമൺ ഫാക്ടർ. എല്ലാത്തിനെയും ഒരു കോമൺ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ വാല്യൂസിൽ വ്യത്യാസമില്ല. അപ്പോൾ എന്തിനാ? സോ ആസ് ടു ഗെറ്റ് കംപ്ലീറ്റ് ഡിജിറ്റ്. അങ്ങനെ നമുക്ക് എന്താണ്? പൂർണ്ണസംഖ്യ കിട്ടണം. അങ്ങനെ പൂർണ്ണസംഖ്യ കിട്ടിയാൽ ഫൈനലി that numbers will be written in side by side of each atom. എന്നാണ് ഓരോ ആറ്റത്തിൻ്റെയും സൈഡിലായിട്ട് എഴുതി കഴിഞ്ഞാൽ വിച്ച് വിൽ ഗീവ്സ് ദി എംപെരിക്കൽ ഫോർമുല. അതായിരിക്കും എൻ്റെ എംപെരിക്കൽ ഫോർമുല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മൾ പെർസെൻറ്റേജ് വെയിറ്റ് തരും, ക്വസ്റ്റ്യൻ ഉണ്ടാവും. പെർസെൻറ്റേജ് എന്നില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയുണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വെയിറ്റിന് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. പെർസെൻറ്റേജ് വെയിറ്റ് ഈസ് ഡിവൈഡ് വിത്ത് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റ്. അതാതിൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. എന്ത് ചെയ്ത്? കാർബണിൻ്റെ അറ്റോമിക് വെയിറ്റിൻ്റെ പകരം ഹൈഡ്രജൻ ഇട്ട് ഡിവൈഡ് ചെയ്താൽ പറ്റത്തില്ല. കാർബണിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റിന് കാർബണിൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയിറ്റിന് ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിന് ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് വെയിറ്റിന് ഓക്സിജൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതാതിൻ്റെ അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യുക. എന്തിനാണ്? കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റിനാണ്. അതാത് പെർസെൻറ്റേജ് വെയിറ്റിന് തരുന്ന പെർസെൻറ്റേജ് വെയിറ്റുകൾ അതാത് അറ്റോമിക് വെയിറ്റും ഡിവൈഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത് എന്ത് കിട്ടും? സോ ആസ് ടു ഗെറ്റ് റിസൾട്ട്സ്. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന റിസൾട്ടുകളിൽ ഏറ്റവും ചെറിയ റിസൾട്ടായിരുന്നു നോക്കുക. കാർബണിന് 12 ഡിവൈഡ് ചെയ്തു, കാർബണിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് 12 ഡിവൈഡ് ചെയ്തു, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് 1? ദിസ് 1 ഈസ് ദ അറ്റോമിക് വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ. പിന്നെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ റിസൾട്ടുകൾ, ഈ 3 റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ 3 റിസൾട്ടുകളിൽ ഏതാണോ ചെറുതെന്ന് കണ്ടുപിടിക്കുക. മേ ബി ഹൈഡ്രജൻ, ഓർ മേ ബി കാർബൺ, ഓർ മേ ബി ഓക്സിജൻ. ഈ 3-ൽ ആരാണോ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് കണ്ടുപിടിക്കുക. ആ ചെറിയ സംഖ്യ കൊണ്ട് അതിനെ ഉൾപ്പെടെ ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ രണ്ടാം പറഞ്ഞത്. ഓക്കെ. സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് റിസൾട്ട് ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് വിച്ച് വിൽ ബി യൂസ് ടു ഡിവൈഡിങ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇറ്റ് സെൽഫ്. അതുൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുക. തേർഡ് വൺ, ഈഫ് ദ റിസൾട്ട് ഫ്രം ദ സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്ത എന്താണ്, ഏറ്റവും ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്തെടുത്തു. ഇപ്പോൾ കാർബണിൻ്റെ ആണ് ചെറിയ സംഖ്യയെങ്കിൽ കാർബണിൻ്റെ ആ ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്തു. ഹൈഡ്രജൻ്റെ റിസൾട്ടിന് ആ ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്തു. ഓക്സിജൻ്റെ റിസൾട്ടിന് ആ ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടുകൾ എന്താണെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസ് ആണെങ്കിൽ, ദശാംശസംഖ്യകളാണ് വരുന്നതെങ്കിൽ, വിച്ച് ഈസ് മൾട്ടിപ്പിൾ വിത്ത് എ കോമൺ ഫാക്ടർ. നമ്മൾ എന്ത് ചെയ്യും, അതിനെ പൂർണ്ണസംഖ്യ ആക്കുന്നതിന് വേണ്ടി ഒരു കോമൺ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാം കോമൺ ഫാക്ടറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ, വാല്യൂസിൽ വ്യത്യാസമില്ല. സോ ആസ് ടു ഗെറ്റ്, ഫോർ വാട്ട് പർപ്പസ് എന്ന് വെച്ചാൽ പറയാം, ആസ് ടു ഗെറ്റ് വി ഗെറ്റ് എ കംപ്ലീറ്റ് ഡിജിറ്റ്. നമുക്ക് എന്തിനു വേണ്ടിയാണ്, പൂർണ്ണസംഖ്യ കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ല ഇതിൽ കാർബൺ 2.3 എന്നെഴുതില്ല. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3. ഇറ്റ്സ് നമ്പർ. റേഷ്യോ വരുമ്പോൾ നമ്മൾ നമ്പറാണ് പറയുക. അപ്പോൾ എന്താ, കംപ്ലീറ്റ് ഡിജിറ്റ് കിട്ടും. ഈ കംപ്ലീറ്റ് ഡിജിറ്റുകളെ ഫൈനലി നമ്മൾ അവസാനം ചെയ്യുന്നത്, ഈ കംപ്ലീറ്റ് ഡിജിറ്റുകൾ അതാത് സംഖ്യകളിൽ അതാത് ആറ്റത്തിന് സൈഡിലായിട്ട് എഴുതുക. ഇപ്പോൾ കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1 ആണെങ്കിൽ C1 H2O1. സോ ദിസ് ഈസ് ദി എന്ന് പറയുമ്പോഴത്തേക്ക് CH2O. ദിസ് ഈസ് എംപെരിക്കൽ ഫോർമുല ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് വിച്ച് മീൻസ് ദാറ്റ് carbon, hydrogen and oxygen will be in the ratio 1:2:1. Okay. So this is the first empirical formula calculation. So how will you did question can be asked. The question ചോദിക്കുന്നത്, how will you convert percentage composition to empirical formula? Percentage composition നമ്മൾ അങ്ങനെ empirical formula ആക്കി മാറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. See, an organic compound analysis, carbon is equal to 36%, hydrogen equals 6.66%, the rest will be oxygen. ബാക്കിയുള്ളത് ഓക്സിജൻ ആണെന്ന് പറയും. ബാക്കി എത്ര വരും, 36 6 42, 42.66. 42.66 എന്ത് ചെയ്യണം, നമ്മൾ 100-ൽ നിന്ന് മൈനസ് ചെയ്യാം അല്ലേ. 42.66 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 4 3 7 5 57.34. അപ്പോൾ ഓക്സിജൻ എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതും 57.34. ഇനി എന്ത് ചെയ്യേണ്ടത്, അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള an organic compound. First ഇതാണ്, an organic compound on combustion, on burning, to yield, to give 36% carbon, 6.66% hydrogen, and the rest will be oxygen. That means 57.34% oxygen. From this percentage, how will you calculate the empirical formula? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവനെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവനെ നമ്മൾ 16 കൊണ്ട്. മനസ്സിലായ എങ്ങനെയെന്ന്? ദിസ് 12 is the atomate of carbon, this 1 is the atomate of hydrogen, this 16 is the atomate of oxygen. So as to obtaining 12 3 16 6.66, ഇത് 16 3 48 അല്ലേ, 16 3 48, തൊട്ടും പോക്കെട്ട് ബാക്കി 9 93 3.5 എന്ന് എഴുതാം അല്ല 57 16 3 48 9 93
6 5 ആവണം. 6 5 30, 1 6 90, 34, 5 1 5 1 9, 5 2 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പായി. ആദ്യം നമ്മൾ അറ്റോമിക് വെയിറ്റിന് പെർസെൻറ്റേജിന് അറ്റോമിക് വെയിറ്റിന് ഡിവൈഡ് ചെയ്തു, ആൻസർ കിട്ടി. പെർസെൻറ്റേജ് വെയിറ്റിന് അറ്റോമിക് വെയിറ്റിന് ഡിവൈഡ് ചെയ്തു, ആൻസറായി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് വൺ. ഇതിനകത്ത് ഏറ്റവും ചെറുത് ആരെന്ന് നോക്കുക. ആരാ ചെറുത്? 3 അല്ലേ? 3 ആണ്. ഈ 3 കൊണ്ട് അതിനെയും ഡിവൈഡ് ചെയ്യണം, ഇതിനെയും ഡിവൈഡ് ചെയ്യണം, ഇതിനെയും ഡിവൈഡ് ചെയ്യണം. സോ ആസ് ടു ഗെറ്റ് 1. ഇത് 2.2, ഇത് 3.1 സംതിങ്. 2.2, 3.1, 2. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് കംപ്ലീറ്റ് ഡിജിറ്റ് ആക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കോമൺ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 കൊണ്ട് മൾട്ടിപ്ലൈ വേണമെങ്കിൽ, അല്ലേ? ഇത് 3.15 വരാം. അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് 1, ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് 2, ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് 3. ഓക്കെ, എന്നിട്ട് ദിസ് വിൽ ബി റിട്ടേൺ സൈഡ് ബൈ സൈഡ്. കാർബൺ എത്ര? കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 3. അപ്പോൾ C1H2O3 is the empirical formula of that compound. That is CH2O3. CH2O3 എന്ന് കിട്ടും. ദിസ് ഈസ് ദ എംപെരിക്കൽ ഫോർമുല. ഇതാണ് ഇതിൻ്റെ എംപെരിക്കൽ ഫോർമുല. ക്ലിയർ ഇറ്റ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കാണിക്കും. എന്ത് കിട്ടിയാൽ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ദിസ് വിൽ ബി ദ മെത്തേഡ്. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, യെസ്. ദെൻ ദ നെക്സ്റ്റ് വിൽ ബി മോളിക്കുലാർ ഫോർമുല. Molecular formula can be derived. Molecular formula. This is the second formula. ഇതാണ് എന്താണ്? രണ്ടാമത്തെ ഫോർമുല. മോളിക്കുലർ ഫോർമുല ആണ്. എംപെരിക്കൽ ഫോർമുല കഴിഞ്ഞാൽ അടുത്ത മോളിക്കുലർ ഫോർമുല. സോ വാട്ട് ഈസ് ഇറ്റ്? എംപെരിക്കൽ ഫോർമുല is the simplest formula which only showing the ratios, while molecular formula is the formula which shows the actual number of atoms present in a molecule. Actual number of atoms present in a molecule of a compound. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷ്യോ കാണിക്കാൻ വേണ്ടി എഴുതുന്ന ചെറിയ ഫോർമുല. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയുക. ഇറ്റ് ഷോസ് ദി ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു മോളിക്യൂൾ ഏതിൻ്റെ? ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിനകത്തുള്ള എലമെൻസിൻ്റെ, അല്ലേ, എലമെൻസിൻ്റെ ആക്ച്വൽ നമ്പർ കാണിക്കാൻ, യഥാർത്ഥ എണ്ണം കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഫോർമുല വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എംപെരിക്കൽ ഫോർമുല എന്തുപയോഗിക്കത്തില്ല, കോമ്പൗണ്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ മോളിക്കുലർ ഫോർമുല കണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും പറ്റുമെന്ന് വെച്ചാൽ പറ്റാത്ത അവസ്ഥകളുണ്ട്. പക്ഷേ നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റും. മോളിക്കുലർ ഫോർമുല ഈസ് ദ ഫോർമുല വിച്ച് ഷോസ് ദി ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്കുലർ ഓഫ് എ കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ വെച്ചാൽ മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല എന്താ? C6H6. മോളിക്കുലർ ഫോർമുല വാട്ടർ ഈസ് H2O. മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം എന്താ, ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന റേഷ്യോയിൽ ചേർന്ന് മാറ്റണം. യഥാർത്ഥ ഫോർമുല, യഥാർത്ഥ എണ്ണമാണ്, അല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആറ്റംസ്, ഓക്സിജൻ 1 ആറ്റം. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ എ മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് ഒബ്ടൈൻഡ്. 6 atoms of carbon will be combined with 6 atoms of hydrogen forming 1 molecule of benzene. So this is the molecular formula. Molecular formula is the formula which shows the actual number of atoms present in a molecule. ഒരു മോളിക്യൂളിനകത്ത് ആറ്റംസിൻ്റെ റേഷ്യോ, ആറ്റംസിൻ്റെ യഥാർത്ഥ എണ്ണം കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഫോർമുല വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുക. ഓക്കെ, മോളിക്കുലർ ഫോർമുല ഈസ് ദ ഫോർമുല വിച്ച് ഷോസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് റേഷ്യോ കാണിക്കാൻ വേണ്ടിയതാ. ഇതങ്ങനെയല്ല, ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഫോർമുല വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല. എംപെരിക്കൽ ഈസ് ദ സിംപിളസ്റ്റ്, ഏറ്റവും ചെറിയ ഫോർമുല എന്ന് പറയുന്നത് എംപെരിക്കലാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതാണ് മോളിക്കുലർ ഫോർമുല.
Through molecular formula, we can defining what is the name of the compound. In all the cases, not. എല്ലാ കേസിലും പറ്റത്തില്ല, അത് വ്യത്യാസം വരും. ബൈ ടേക്കിംഗ് ദ സ്ട്രക്ചർ എടുക്കേണ്ടി വരും. അപ്പോൾ അത് വേറെ ഉണ്ട്. ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ബെൻസിൻ്റെ മോളിക്കുലർ ഫോർമുല വെച്ചാൽ C6H6. അപ്പോൾ C6H6 കണ്ടാൽ അറിയണം 6 കാർബണും 6 ഹൈഡ്രജനും അതിനകത്ത് ഉണ്ടെന്ന് അർത്ഥം. മോളിക്കുലർ ഫോർമുല വാട്ടർ H2O, 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റം, ആക്ച്വൽ നമ്പറാണ്. മോളിക്കുലർ ഫോർമുല ഓഫ് കാൽഷ്യം ക്ലോറൈഡ് CaCl2, സോഡിയം ക്ലോറൈഡ് NaCl. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് കാണിക്കാൻ വേണ്ടിയിരുന്ന ഫോർമുല വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല. ദെൻ വീണ്ടും അനദർ ക്വസ്റ്റ്യൻ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൗ വിൽ യു ഡിറൈവിംഗ് മോളിക്കുലർ ഫോർമുല ഫ്രം എംപെരിക്കൽ ഫോർമുല? എംപെരിക്കൽ ഫോർമുലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെങ്ങനെ മോളിക്കുലർ ഫോർമുല എത്തും? ഹൗ വിൽ യു സ്റ്റാർട്ടിങ് ഫ്രം എംപെരിക്കൽ ഫോർമുല ടു മോളിക്കുലർ ഫോർമുല, ഓർ ഹൗ വിൽ യു ചേഞ്ച് എംപെരിക്കൽ ഫോർമുല ടു മോളിക്കുലർ ഫോർമുല? ക്യാൻ ബി ആസ്ക്ഡ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇത് മോളിക്കുലർ ഫോർമുല നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എവിടെ നിന്ന് എംപെരിക്കൽ ഫോർമുലയെന്ന്? അത് നോക്കിയാൽ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, എംപെരിക്കൽ ഫോർമുല വെയ്റ്റ് വിൽ ബി ഡിറ്റർമിൻഡ്. കാൽക്കുലേറ്റ് ചെയ്യണം. എംപെരിക്കൽ ഫോർമുല വെയ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ബൈ കാൽക്കുലേറ്റിംഗ് ദ എംപെരിക്കൽ ഫോർമുല വെയ്റ്റ് ഫ്രം എംപെരിക്കൽ ഫോർമുല. എംപെരിക്കൽ ഫോർമുലയിൽ നിന്ന് എംപെരിക്കൽ ഫോർമുല വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു CH2O3 അല്ലേ? CH2O3 ഞാൻ നേരത്തെ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം കിട്ടിയാണ് CH2O3 കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ കാർബണിൻ്റെ 12, ഹൈഡ്രജൻ 2, 1 × 2, ഓക്സിജൻ 3, that is 16 × 3, that is 48. അപ്പോൾ സോ 12 + 2 + 48, 50, 62, 62 നമുക്ക് കിട്ടി. The 62 will give us the empirical formula weight. So find out the empirical formula weight from empirical formula. Empirical formula നിന്ന് empirical formula weight കണ്ടുപിടിക്കാം. Then calculate molecular formula weight. Molecular formula weight അതെങ്ങനെ കിട്ടും? മോളിക്കുലർ ഫോർമുലയല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മോളിക്കുലർ ഫോർമുല കിട്ടിയാലേ മോളിക്കുലർ ഫോർമുല വെയിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക പറയാം? മോളിക്കുലർ ഫോർമുല വെയിറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ബൈ ഗിവിംഗ് ദാറ്റ് മോളിക്കുലർ ഫോർമുല വെയിറ്റ് ഈസ് ഈക്വൽ ടു 2 × വേപ്പർ ഡെൻസിറ്റി VD. 2 × വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന പാർട്ട് തന്നേക്കും ക്വസ്റ്റിനകത്ത്. സോ ആദ്യം നമ്മൾ പറഞ്ഞ എംപെരിക്കൽ ഫോർമുല വെയിറ്റ് can be determined by using empirical formula. 2, molecular formula weight can be determined by using a relation molecular formula weight is equal to 2 × vapor density, which means that vapor density will be given in the question problem. Question തന്നേക്കും അല്ലേ? അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് തന്നെ ആക്ച്വലായിട്ട് തന്നേക്കും. സോ 2 × vapor density അതെവിടെ നമ്മുടെ നമ്മൾ അവഗാഡ്രോസ് ലായിൽ പറഞ്ഞിട്ടുണ്ട്. അവഗാഡ്രോസിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഏത് ഗ്യാസിൻ്റെയും മോളാർ വോളിയം എന്ന് പറയുന്നത് മോളിക്കുലർ വെയിറ്റ് എന്നത് 2 × വേപ്പർ ഡെൻസിറ്റി, ട്വൈസ് ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റി ആണ്. വേപ്പർ ഡെൻസിറ്റിക്ക് ഇരട്ടിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും മോളിക്കുലർ ഫോർമുല വെയിറ്റ് 2 × വേപ്പർ ഡെൻസിറ്റി. ദെൻ മൂന്നാമത് ചെയ്യേണ്ടത് മോളിക്കുലർ ഫോർമുല വെയിറ്റ് ഈസ് ഡിവൈഡഡ് വിത്ത് എംപെരിക്കൽ ഫോർമുല വെയിറ്റ്. മോളിക്കുലർ ഫോർമുല വെയിറ്റിന് എംപെരിക്കൽ ഫോർമുല വെയിറ്റും ഡിവൈഡ് ചെയ്യാം. സോ ആസ് ടു ഒബ്റ്റൈനിങ് n നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ n എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ദി എംപെരിക്കൽ ഫോർമുല വെയിറ്റ്, ഡിറ്റർമിൻ ദി മോളിക്കുലർ ഫോർമുല വെയിറ്റ് ബൈ യൂസിങ് ദ റിലേഷൻ മോളിക്കുലർ ഫോർമുല വെയിറ്റ് ഈസ് 2 × വേപ്പർ ഡെൻസിറ്റി. മൂന്ന് ചെയ്യുന്നത് ദിസ് മോളിക്കുലർ ഫോർമുല വെയിറ്റ് ഈസ് ഡിവൈഡഡ് വിത്ത് എംപെരിക്കൽ ഫോർമുല വെയിറ്റ്. സോ ആസ് ടു ഒബ്റ്റൈനിങ് n. ഫോർത്ത് വൺ, if നമ്മൾ if ഇട്ടാ പറയുന്ന if n the result, if n is a fractional value, ആ n എന്ന് പറയുന്നൊരു ഫ്രാക്ഷണൽ വാല്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് റൗണ്ട് ഇറ്റ് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റിജർ. അതെന്ത് ചെയ്യണം? അടുത്തൊരു സംഖ്യയാക്കി മാറ്റുക. ഓക്കെ, if n is a fractional value it is round it off to nearest integer. ഓക്കെ, അത് നമ്മൾ റൗണ്ട് ചെയ്ത് അടുത്ത സംഖ്യയാക്കി മാറ്റും. ഇപ്പോൾ സപ്പോസ് ടു ബി 1.1 can be taken as 1, 1.2 can be taken as 1,
1.3 can be taken as 1. 1.4 can be taken as 1. 1.5 and upwards is taken as 2. നമ്മൾ രണ്ടെണ്ണം എടുക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 1.8 എന്ന് കിട്ടി. ഞാൻ എന്തെടുക്കും? രണ്ടെന്നാക്കും. അല്ല, 2 പോരാ, 1.8 കിട്ടിയ ഒന്നാക്കിയാൽ പോരാ, 2 ആക്കി മാറ്റും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കംപ്ലീറ്റ് ഡിജിറ്റ് ആവും. എന്നിട്ട് ഫൈനലി അഞ്ചാമത് നമ്മൾ ഇന്ന് ദ എൻ്റയർ എംപെരിക്കൽ ഫോർമുല ഈസ് മൾട്ടിപ്ലൈ വിത്ത് ദിസ് എൻ. എംപെരിക്കൽ ഫോർമുല നമുക്ക് നേരത്തെ കിട്ടിയല്ലോ, ഇത് തന്നിട്ടുണ്ട്. ആ എംപെരിക്കൽ ഫോർമുലയെ ഈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് മോളിക്കുലർ ഫോർമുല കിട്ടും. സോ ദിസ് ഇസ് ദ മെത്തേഡ്. ഇതാണ് എൻ്റെ മെത്തേഡ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. കാൽക്കുലേറ്റ് ദി എംപെരിക്കൽ ഫോർമുല വെയ്റ്റ് ബൈ യൂസിങ് എംപെരിക്കൽ ഫോർമുല. 2. Determine the molecular formula weight by using a relation. Molecular formula weight is equal to 2 into vapor density. Third one, this molecular formula weight is divided with the empirical formula weight. So as to obtaining n will be the answer if n is a fractional value. It is round it off to the nearest integer. It is round it off to the nearest number. ഞാൻ പറഞ്ഞു എന്താണ്? 1.1, 1.2, 1.3, 1.4 can be taken as 1. 1.5, 1.6, etc. 1. Up to 1.9 can be taken as 2. അങ്ങനെയാക്കി മാറ്റുക n. അങ്ങനെയാണെങ്കിൽ മാത്രം പൂർണ്ണസംഖ്യ ഉണ്ടെങ്കിൽ പിന്നെ ഈ പാർട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 2 എന്നാണ് കിട്ടിയ ആൻസർ. സോ ഇറ്റ് ഈസ് നോട്ട് റൗണ്ട് ഇറ്റ് ഓഫ്, ഇറ്റ് ഈസ് എ റൗണ്ടഡ് ഫിഗർ ആണ്. അപ്പോൾ നമുക്ക് 2 എണ്ണം എഴുതുള്ളൂ. എന്നിട്ട് ഫൈനലി നമ്മൾ അവസാനം ചെയ്യേണ്ടത് the entire empirical formula is multiplied with this n. ഈ n കൊണ്ട് കംപ്ലീറ്റ് ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആസ് ടു obtaining molecular formula, നമുക്ക് എന്നിട്ട് molecular formula കിട്ടും. So this is the method by which empirical formula is converted to molecular formula. How empirical formula is obtained? Empirical formula can be obtained by percent analysis, from percent analysis. Percent analysis കിട്ടിയാൽ empirical formula കിട്ടാം. empirical formula കിട്ടിയാൽ molecular formula derive ചെയ്യാം. So these are the method by which we can converting empirical formula to molecular formula, percentage to empirical formula, percentage empirical formula ആക്കി മാറ്റുക. സോ അപ്പോൾ 2 മെത്തേഡ് മനസ്സിലായല്ലോ. ആദ്യം എംപെരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും? എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? അത് കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല, അതിൻ്റെ ഡെഫിനിഷൻ, എംപെരിക്കൽ ഫോർമുലയെ നമുക്ക് എങ്ങനെ മോളിക്കുലർ ഫോർമുലയിലേക്ക് മാറ്റിയെടുക്കാം, കൺവേർഷൻ ഓഫ് എംപെരിക്കൽ ഫോർമുല ടു മോളിക്കുലർ ഫോർമുല, അല്ലെങ്കിൽ ഡിഡക്ഷൻ ഓഫ് EF ടു MF, EFനെ MF ആക്കി മാറ്റാം, മോളിക്കുലർ ഫോർമുല ആക്കി മാറ്റാം. ഹൗ വിൽ യു കൺവേർട്ട് EF ടു MF, empirical formula to molecular formula? How empirical formula is obtained? From percent analysis. That means percentage composition is given. Percentage composition തന്നേക്കും. ഒരു കോമ്പൗണ്ട് നമ്മൾ ബേൺ ചെയ്യിച്ചപ്പോഴത്തേക്ക് ഇത്ര ശതമാനം കാർബൺ, ഇത്ര ശതമാനം ഹൈഡ്രജൻ, ഇത്ര ശതമാനം ക്ലോറിൻ എന്നാ പറയും. അപ്പോൾ ആ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എങ്ങനെ എംപെരിക്കൽ ഫോർമുല എടുക്കാം? ദ സ്റ്റെപ്സ് വിൽ ബി ഗിവൺ. ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു. എംപെരിക്കൽ ഫോർമുല പെർസെൻറ്റേജ് വെയ്റ്റിനെ കറസ്പോണ്ട് ഏറ്റവും വെയ്റ്റ് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും ചെറുതെന്ന് കണ്ടുപിടിക്കുക, അതുപയോഗിച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. മൂന്നാമത് ഈ കിട്ടുന്ന ആൻസറുകൾ ഫ്രാക്ഷൻ വാല്യൂ ആണെങ്കിൽ അതിനെ റൗണ്ട് ഇറ്റ് ഓഫ് നിയറസ്റ്റ് ഇൻറ്റിജർ സംഖ്യയാക്കി അതിനെ ഒരു കോമൺ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോ ആസ് ടു ഗെറ്റ് കംപ്ലീറ്റ് ഡിജിറ്റ്. എന്നിട്ട് ഈ കിട്ടിയ സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ആറ്റത്തിനെയും സൈഡ് ബൈ സൈഡിലായിട്ട് എഴുതി കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല ആവും. അതെന്ത് കാണിക്കുന്നു? ആ കോമ്പൗണ്ടിൻ്റെ റേഷ്യോ കാണിക്കുന്നു, അതിനകത്തുള്ള ആറ്റംസിൻ്റെ റേഷ്യോ കാണിക്കുന്നു. അങ്ങനെ എംപെരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കൺവേർട്ട് EF ടു എംപെരിക്കൽ ഫോർമുല ടു മോളിക്കുലർ ഫോർമുല. എംപെരിക്കൽ ഫോർമുല വെക്കാം. അത് നമ്മൾ എംപെരിക്കൽ ഫോർമുല വെയിറ്റ് കണ്ടുപിടിക്കുക, മോളിക്കുലർ ഫോർമുല വെയിറ്റ് കണ്ടുപിടിക്കുക ബൈ യൂസിങ് 2 into vapor density ബൈ അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. മൂന്നാമത്തത് മോളിക്കുലർ ഫോർമുല വെയിറ്റിനെ എംപെരിക്കൽ ഫോർമുല വെയിറ്റ് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ n കിട്ടും. ഈ n എന്ന ഫ്രാക്ഷണൽ വാല്യൂ ആണെങ്കിൽ റൗണ്ട് ഇറ്റ് ഓഫ് നിയറസ്റ്റ് ഇൻറ്റിജർ. ദെൻ ഫൈനലി എൻ്റയർ എംപെരിക്കൽ ഫോർമുല ഇസ് മൾട്ടിപ്ലൈ വിത്ത് ദിസ് n. എൻ്റയർ എംപെരിക്കൽ ഫോർമുല n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോ ആസ് ടു ഗെറ്റ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ നമ്മുടെ ഈ 4th എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എംപെരിക്കൽ ഫോർമുല എന്താ, എങ്ങനെ കൺവേർട്ട് ചെയ്യാം, മോളിക്കുലർ ഫോർമുല എന്താ, എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇത് കറക്റ്റ് ചെയ്യണം. ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. അത് ടെക്സ്റ്റിൻ്റെ ബാക്കിലായിട്ട് ആ ചാപ്റ്റർ തീരുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ തീരുന്ന
എടുത്ത് അതിനകത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്യാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മഹാരാജ് ആയിട്ട് ബന്ധപ്പെടുക. എന്നെ വിളിക്കും. ഞാൻ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.